ഗായ്സ്, അപ്പം നമ്മളെ വീട്ടിൽ അടുത്ത ഗസ്റ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് ആരാ വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറയുന്നില്ല. മകള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ തന്നെ ചിലർക്ക് ക്ലൂ കിട്ടിക്കാണ്. നമുക്ക് നോക്കണ്ടേ. അവരെത്തിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ മകള് സ്വച്ചിട്ടിപ്പോ എല്ലാരുടെ അടുത്തുനിന്ന് ചീത്ത കേൾപ്പിക്കും. മതി വെള്ളം കുടിച്ചത്, ഇറങ്ങിങ്ങോട്ട്. എവിടെ ഇങ്ങോട്ട് വാ വേഗം. ഒരു മാസത്തേക്കുള്ള ലഗേജ് ഉണ്ടോ? അത് ശരി. ആന്ത് പരിപാടിയാ? സജീഷേട്ടനും നികിയും ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക്, പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ പുതിയ വണ്ടിയായിട്ട്. ഇവളത്തെ കട്ടറ്. അപ്പോൾ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം ബാൽക്കണിയിൽ നിന്ന്. മള് താഴെത്തി. ഇവിടെ നിന്ന് ഇതെന്താ എല്ലാവർക്കും സമ്മാനൊക്കെ ഉണ്ടോ? മാളൂന് ഭയങ്കര പൊലിവാണ് ഗായ്സ്. ഹായ്, ഹലോ. പുതിയ ഡാൻസ് സെറ്റ് ആയല്ലോ. ഏതായിരുന്നു? കൊച്ചു കുഞ്ഞിന്റെ അച്ഛല്ലേ? പൊളിച്ച്. നീ പഠിക്കുന്ന സ്റ്റോറി ഞാൻ കണ്ടിരുന്നു. നീ എന്താ കളിക്കാത്ത? എന്താ ദുഃഖു. കേറ്. വെൽക്കം ഹോം. ദുർഗയ്ക്ക് കളിക്കാല്ലോ ഇനി റൂമിലിരുന്ന്. ആണോ? ഇഷ്ടായ? എന്തിനു ഇഷ്ടായോ വീട്? ഇഷ്ടായോ? ഇതെന്താ? ഇതെന്താ? പെൻസിൽ പൗച്ച് വാങ്ങണ്ട അപ്പൊ സ്കൂൾ തുറക്കുമ്പോ. ആരെ വാങ്ങിച്ചപ്പോ? ആണോ? മാളു ഇവിടെ കാത്തിരിക്കായിരുന്നു ഗൈസ്. നിങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, അപ്പൊ വരെ. മാളു ഇനി ഇവിടെ സെറ്റ് ആക്കിക്കോളൂ അവര്. ദുർഗയും മാളും ഒക്കെ അവിടെ സെറ്റായി മോബിക്കാക്ക ആ റൂമില്. ഇനി അവരെ നോക്കണ്ട, നാളെ ഉച്ചക്ക് പോകുന്നവരെ. അല്ല, ഇവര് നാളെ പോകുന്ന പറഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള വരവാൻ തോന്നുന്നു. അത് പിന്നെ 4 ആളില്ലേ, അപ്പൊ ഇത്രയും ലഗേജ് ഉണ്ടാകും. മൂവി അങ്ങോട്ട് പുതിയ വീട്, പുതിയ ഇതെന്താ? ഇത് അമ്മ നോക്കണ്ടേ? നിനക്കുണ്ടോ ഇങ്ങനത്തെ ബക്കറ്റ്? വ്ളോഗ് കൂട്ടുകൂട്ടി. ആ ഞാൻ തന്നെ അതെ. എന്നാ കേറിക്കോ. സൂപ്പർ അല്ലേ? ഞങ്ങളിപ്പോ പകല് കാണിച്ചപ്പോ നിങ്ങൾ എല്ലാരും കണ്ടെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ അതെ, ഇവര് ഫസ്റ്റ് കണ്ടപ്പോൾ റിയാക്ഷൻ നമുക്ക് വേണം. ഏത് വീഡിയോ നോക്കിയ വീട്ടിൽ കൊണ്ട് കാണാനൊന്നും പറ്റില്ല. പറ്റില്ല. ചെറിയൊരു അതില്ല ഡിറ്റിയിലൊക്കെ പൊടിഞ്ഞു പോകാൻ. അത് ഇതാണ് ഇല്ലാതെ ഇങ്ങനത്തെ സാധനം പവർ പോട്ടാണ്. ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ദ്രോ ദിവസമൊക്കെ.
നിങ്ങൾക്ക് കളിക്കാനൊരു റൂം ഉണ്ട് ഇതൊക്കെ ഫുള്ള് ഇത് നിങ്ങളെ റൂമാ യെസ് നൈസ്. ഇഷ്ടപ്പെട്ട സാധനം തന്നെ വന്നു. അപ്പൊ നമ്മള് റൂമും കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നത്തെ കാണിച്ചു. എന്നാലും ഞങ്ങൾ വന്നപ്പോ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റ് ആക്കി ഇടുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ടാവല്ലോ ഓൾറെഡി അല്ലേ? മണിയറയിൽ അതെ നമ്മള് എത്ര പേര് കിടന്നില്ലേ? ഈ ഒരു ബെഡിന്റെ വലിപ്പമുള്ള സ്ഥലത്താണ് നമ്മൾ എല്ലാവരും കിടന്നത്. അതെ സമ്മതിക്കും. അത് എന്താണെന്നറിയാം, എനിക്ക് പറഞ്ഞ ഇതെടുത്തിട്ട് ഇത്ര ചെറിയൊരു സമയത്തിനുള്ളില് നീ ഇതെല്ലാം തീർത്തില്ലേ അല്ലേ? പിന്നല്ല, ഞാൻ തന്നെ ഞെട്ടിപ്പോയടോ. അല്ലടാ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി സജീഷേ. ഞാൻ ജിമ്മിൽ പോയിട്ടേ വൈകുന്നേരം ഞാൻ വരുമ്പത്തിന് വീട് മൊത്തത്തിൽ മാറിപ്പോയടാ. ഞാനിത് കണ്ടപ്പോ ഞാൻ ഓപ്പനോട് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഓപ്പേ മുബി ജിമ്മിന്ന് വരുന്നതിന് മുന്നായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ്. ഞാൻ എത്തി ശരിക്കും. ഞാൻ കേറി നോക്കുമ്പോ വീട് മൊത്തത്തിൽ മാറി. കട്ടില് ഇവിടെ കൊറേ സാധനങ്ങൾ ഓൺലൈൻ തന്നെയാ വാങ്ങിയത്. ഈ ഷെൽഫ് പിന്നെ അത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഈ റൂം മൊത്തം കട്ടനൊക്കെ ഓൺലൈൻ വാങ്ങിയത്. അല്ല, മിറർ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പ് പോയി. മിറർ ഷോപ്പിൽ വാങ്ങി. ബാക്കി ഇതൊക്കെ ഓൺലൈന്. എല്ലാ ബെഡ് വരെ ഓൺലൈനടാ. അതൊക്കെ ഓൺലൈന്. ഇതില് ശരിക്കും പറഞ്ഞാല് ആ ഒരു ബോർഡ് കണ്ടോ, ആ ഒരു ബോർഡും കൂടി ഒരു വൈറ്റ് കളറിലേക്ക് അതിൽ സ്റ്റിക്കർ ചെയ്ത് അതുകൂടി മാറ്റി കഴിഞ്ഞാൽ സൂപ്പർ. ഇതെല്ലാം കൂടി അല്ല, അത് പക്ഷെ അത് മാത്രമേ ഞാനിവിടെ ഒരു ഇത് കണ്ടിട്ടുള്ളൂ. കാണുന്നു. ബാക്കി എല്ലാം അടിപൊളി. ഇനി അടുത്ത റൂം ഇത് ബെഡാ. മഡാക്കും ഇന്ദ്രോ. അങ്ങനെ ഇഷ്ടപ്പെട്ടോ എനിക്ക്? ആ, ഞങ്ങളെല്ലാം വട്ടിയിട്ട് കിടന്നേ. അതെ, ഞങ്ങളെല്ലാരും ഈ കട്ടില് ഇതാ ഇത്ര ഈ ഒരു റൂമായിരുന്നു ഞങ്ങളത്. അതെ, ഞങ്ങളെല്ലാം പാർട്ടീഷനും ചെയ്തിട്ട് ഇത് മറക്കാൻ പറ്റില്ല. എപ്പോ നോക്കിയാലും ഇത് മാത്രം അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നിങ്ങള് ഗസ്റ്റ് അല്ലല്ലോ. ഇനി വേറെ റൂം കാണിച്ചാലോ എനിക്ക്? നടക്ക്, അതാണ് നീ കാണണ്ടേ. മാളു ആ ലൈറ്റ് ഉണക്ക്. ഇത് റൂം കണ്ടില്ല ഈ വീടെടുത്ത സമയം വരെ ഈ ഇല വളർന്നിട്ടുണ്ടായിരുന്നില്ല. മാള് റൂം സെറ്റ് ആക്കും. മാള് ലൈറ്റ് ഓൺ ആക്കി ഞങ്ങൾ വരാൻ അങ്ങോട്ട്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മറ്റേ സെറ്റ് ചെയ്യും. അങ്ങനത്തെ പരിപാടികൾ ചെയ്തു. ഞാൻ എടുക്കള എല്ലാം ആ ലൈറ്റ് ഓൺ ആക്കും. മാളോ എല്ലാവരും സെറ്റ് ആക്ക്. കിച്ചണൊക്കെ വിശാലമായ ഷോറൂമാണ്. ഇതില്ലേ, ഇത് സത്യം പറഞ്ഞ ദൈവം കറിഞ്ഞു കൊടുത്തതാണ്. ആര് വന്നാലും അതെ, അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ ഇതൊക്കെ തിന്നു കുറച്ച് ചെയ്യുമ്പോ അതെ. ഇത് വേറെ റൂം വേണ്ടിയില്ലല്ലോ. ഇത് കാണിച്ച മാളു പറ എന്താ പറ? പൊന്നിന് വീഡിയോ മര്യാദ കാണിക്കാൻ പറ്റും. ഇപ്പത്തെ കണ്ടത് പൊന്നിന് അവളെ കളി റൂമാണ്.
കളിക്കുന്ന ഇതിനകത്ത് സാധനങ്ങൾ കാണിക്കാൻ നിന്നാ ഈ വ്ലോഗല്ല ഇതിന്റെ അപ്പുറത്തെ വ്ലോഗ് എടുത്താലും തീരൂല. മതിയാവൂല. അതുകൊണ്ട് ഈ വ്ലോഗ് ഈ റൂമിൽ ഞാൻ പെട്ടെന്ന് പോയി. ഇത് ഇവരുടെ ലോകം. അതെ, ഇങ്ങനെ വേണം കാണാൻ. ഇത് ഞങ്ങളുടെ ഏരിയ. ഇത് ഇവരുടെ ഏരിയ. അതെ കളിക്കാനാണല്ലേ എന്തിരോ ഒന്നും നോക്കണ്ട. എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു ഷാലു നന്നായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? ഞാൻ വീടൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് വേണം ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യാണെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഇവരാണെങ്കിലും സെറ്റ് ചെയ്തിട്ട് വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് കാണണം ഇതൊക്കെ. ഇവരെന്തായാലും ഇന്നിവിടെ നിൽക്കും guys. ബാക്കി പിന്നെ കാണാം. ഗായ്സ് എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്റെ മണിമുത്തുകൾ വന്ന അന്ന് ഇവിടെ കറണ്ട് പോകും. ഇതാ ഇതൊക്കെ മഴ പെയ്ത് മഴ ഐശ്വര്യത്തിന്റെ കറണ്ട് പോകും. ആ എന്താ സതീഷ് അങ്ങനെ ഇവളോട് പറഞ്ഞു ഞാൻ വരുന്നില്ല വണ്ണക്കരണ്ടു തീർന്ന്. ഞാൻ ഇന്ന് നമുക്ക് മുമ്പ് ആ വണ്ടി കിടന്നുറങ്ങും ഞങ്ങള്. അല്ല, മഴ പെയ്തിട്ടാണ് കറണ്ട് പോയത്. മഴ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. അതെ അങ്ങനെ ഐശ്വര്യം കൂടി എപ്പ വന്നു കഴിഞ്ഞാലും നേരത്തെ കറണ്ട് വിത്ത് വെച്ച് അവര് വന്നോ. ഞാൻ വണ്ടി സാരല്ല സാരല്ല നോക്ക കറണ്ട് വരും, വരാതിരിക്കില്ല. അന്ന് അണ്ടോ കറണ്ട് വരും. കുമ്മിട്ടിക്കാ ജ്യൂസ്, കുമ്മിട്ടിക്കാ ജ്യൂസ്. അതെ അല്ല ഇതെല്ലാം സത്യം പറഞ്ഞ വീടെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ടാണ് എക്സൈറ്റ്മെന്റ് എടുത്തത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗൈസ് ഞങ്ങളുടെ പെട്ടി പോയി പെട്ടി അസ്റ്റേക്ക് നമുക്ക് കവറിൽ ഇങ്ങനത്തെ പെട്ടിയായിട്ട് വേണം എന്റെ വീട്ടിലേക്ക് വരാൻ. അതെ അതിന് ഇവിടെ വെച്ചാ മതി ഇത് പോകുമ്പോ. പെട്ടിയായി. അതെ ഇത് നാളെ പോകുമ്പില്ല പെട്ടി ഇവിടെ വെച്ചിട്ടായിരുന്നു. ഒരേ കളറ് ഞങ്ങൾ അങ്ങനെ കുട്ടികളെയൊക്കെ വീട്ടിൽ തട്ടിയിട്ട് ഞങ്ങള് കപ്പിൾസ് മാത്രം. എന്റെ കോലം കണ്ടാൽ എങ്ങനെ പുറത്തേക്ക് പോണെന്ന് ആയിരിക്കും ഇങ്ങനെ. കുഴപ്പമില്ല, ഞങ്ങള് നൈറ്റ് ഡ്രൈവ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങളൊരു കോൾഡ് കോഫി ഒക്കെ കുടിക്കാന്ന് കരുതി. യെസ്, ഉമ്മച്ചിന്റെ വീട്ടില്. അപ്പൊ കുട്ടികളെയൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയതാണ്. കടയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കി നോക്കാം. അപ്പം ഇതുണ്ടോ ഇവിടെ കുട്ടികൾക്ക് ബെഡൊക്കെ സെറ്റ് ചെയ്തതില് കേറി ഞങ്ങളെ എങ്ങനെയൊക്കെയോ ഇതില് കുത്തി കയറ്റി വരും. ഞങ്ങളെ ആക്ഷേപിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, അയ്യോ അങ്ങനെ പറഞ്ഞ അവര് പോയി കാപ്പി കുടിച്ചിട്ട് വരും. ഞങ്ങള് കോൾഡ് കോഫി ഒക്കെ ഉണ്ടോന്ന് പോയി നോക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. സജീഷിന്റെ പുതിയ വണ്ടിയാണ് ഗൈസ്. ഇതിന് റൂഫ് ഉണ്ടോ? നിങ്ങൾ റൂഫുള്ള വണ്ടി എടുക്കുള്ളൂ. റൂഫ് അത്യാവശ്യമായി നമുക്ക് എന്താ ഇതായിട്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ശരിയാണ്. എനിക്ക് റൂഫുള്ള വണ്ടിയാണ് ഇഷ്ടം. പക്ഷെ നിങ്ങളും അതേപോലെ എടുക്കണണ്ടപ്പോ ഞാൻ എന്താ ചോദിച്ചതാ. ഇനി ഞങ്ങളെ അടുത്ത് താഴെ വെക്കും. ഇറങ്ങുന്ന സീനാണിത്. എന്തൊക്കെ കാണണം. അത് അവിടെ ഒരാൾ ഇറക്കുന്നത്. നമ്മളൊരു കോൾഡ് കോഫി കുടിക്കാനുള്ള കഷ്ടപ്പാടാണ് ഇതൊക്കെ. പുതിയ വണ്ടിയാണ് കേട്ടോ. നീ താഴെ വീണ് കഴിഞ്ഞാലും വണ്ടി നശിപ്പിക്കല്ലേ. അവിടെ ഒരാള് ഇവിടെ ഒരാള് ഫോട്ടോഷൂട്ട് അവിടെ വീഡിയോയിലായിട്ട്. അതെ അവക്കിഷ്ടാ. ഞാൻ കുടിക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ കുടിക്കുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കുടിച്ച് തീർത്തു.
അതുകൊണ്ട് ചടപടയെന്ന് പറഞ്ഞു കുടിച്ചു. ഇത് വന്നപ്പോ ഇവിടെ കൊറേ ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കണ്ടില്ല. മുബി ഇത് കുടിച്ചോ? മുബി ഷുഗർ കട്ടല്ല മുബി? ഞാൻ ഒരു കട്ടുമില്ല, ഞാൻ കഴിക്കാം. ഷുഗർ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഇവർ ഉദ്ദേശിക്കണേ. ഞങ്ങള് ഫ്രൈസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരറിഞ്ഞാൽ നമ്മളെ കൊല്ലും മുബി. ഷാനു കഴിച്ചാ ലാൻഡ് ക്രൂയിസർ ഒന്ന് അടിച്ചു നോക്ക്. രസല്ലേ? അത് മാംഗോ ഷമാമ് ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു സാധനം. രസമുണ്ട് അല്ലേ? അതെ 3 ഷുഗർ കട്ട്. അല്ലെങ്കിൽ നീ എന്താവുമായിരുന്നു? രസല്ലേ? എന്നങ്ങോട്ട് കൊണ്ടാ രസമുണ്ടെങ്കിൽ. എന്താ ഒരു ഹായ് അല്ല സതീശ, ഒരു ബായ്. 1 മണി ആവാനായി. ഗുഡ് മോർണിംഗ്. ഐറ്റങ്ങൾ എപ്പോഴും തീരൂല. രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട് രണ്ടുപേരും. കുളിയൊക്കെ കഴിഞ്ഞെന്നാണ് രാവിലെ അല്ലേ? എനിക്ക് അടുത്ത ആഴ്ച കുളിക്കുള്ളൂ. ഞങ്ങളൊക്കെ കുളിച്ചില്ലെങ്കിലും സുന്ദരി അല്ല എനിക്ക്. ഒരുപാട് പേരെ ജിമ്മടിപ്പിച്ച് വരും. നമ്മൾ ഇന്നലെ എത്ര മണിക്കാ ഉറങ്ങിയത് സജീഷ് ചേട്ടാ? നമ്മളെ വീട് മാളും ദുർഗയൊക്കെ അവർക്ക് ഉറങ്ങണം എന്നുണ്ട്, പക്ഷെ അവർ ഉറങ്ങുന്നില്ല. ഞങ്ങള് ഇന്നലെ എപ്പോഴും ഉറങ്ങിയായിരുന്നോ നീ? മുബി നേരത്തെ ഉറങ്ങി ഗൈസ്. ഞങ്ങള് 3:30 മനപ്പൂർവ്വമല്ല, അറിയാതെ രാവിലെ കുളിച്ച് ഒരുങ്ങിയിരിക്ക. മുടുക്കനായി. മാളു ഇവര് പോവാനായിന്ന്. അതെ 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 അതെ. നീ എന്താ എണീറ്റ് കളിക്കാത്ത? വേഗം കളിക്കാൻ തുടങ്ങി. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്നാ വേഗം കളിക്കാൻ 5 മിനിറ്റ്. വേഗം കളിക്കേ, വേഗം കളിക്കേ. എന്തിനു നോക്ക, ഇതെന്ത് പ്രാന്താണെന്ന്. ഇന്ദ്രു ഇവരൊരു പ്രാന്തില്ല. ഇന്ദ്രു ഉച്ച വരെ ആയി, ഉച്ച ആവാനായി. എന്റെ മോളോട് പറഞ്ഞതല്ലേ സൈഷേട്ടൻ? സൈഷേട്ടൻ എന്താ പറഞ്ഞേ? അപ്പളേ പോവട്ടാ എന്റെ മുത്തുകാരണ്ട. ഇന്നലെ 3:30 കൂട്ട് മാറ്റി വെക്ക് സജീഷ് ചേട്ടാ. ഇന്നലെ 3:30 കിടന്നിട്ട് ഇപ്പൊ എണീറ്റ് വരുന്നത്. ഇനി തുടങ്ങി പോണ വരെ കളിയായിരിക്കും. നെയ്പത്തിരി ഉണ്ട്, പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചായ ഉണ്ട്. ചിക്കൻ കറി. ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല, സജീഷ് ചേട്ടൻ പറഞ്ഞു ഇതിനകത്തും കൂടെ. അത് പാത്രം ഏതാ? ഇതോ? ഇത് നെയ്പത്തിരി. ഇത് പത്തലി അല്ലേ? പത്തിരി, പത്തലി, ചിക്കൻ കറി. ഇതെന്ത് വേണം? ഞങ്ങള് പത്തല് എന്നാ പറയല്ലേ? ഷുഗർ എന്നാ മധുരയിടാത്ത ചായ എടുക്കട്ടെ? എടുക്കട്ടെ? ഒരു കസേര മതി മുബി. നെയ്പത്തിരിയോ?
ഉമ്മച്ചിക്ക് അവരെന്നെ പറയുന്ന വേറെ എന്ത് വേണം? ചിലവർക്ക് കിട്ടുന്ന ഒരു കൈപ്പുണ്യാണ് ഞങ്ങള് എന്തടാ 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 നിനക്ക്? ചിക്കൻ കറി വെച്ചാൽ തന്നെ ഇല്ലേ ഞാൻ ഇന്നലെ ഫുഡൊന്നും പറഞ്ഞ ആളാണ് ഇവിടെ ബാക്കി ഉമ്മച്ചിന്റെ തലമുട്ടി താഴെ ഇറങ്ങുമ്പോ താഴെ ഇറങ്ങ് താഴെ ഇറങ്ങ്. ചിക്കൻ കറി തീർത്തിട്ടാണ് ഞാൻ കിടന്നത്. എന്തൊരു ബാക്കിയൊക്കെ ഇപ്പൊ ഇവര് കഴിച്ചത്. ബിസിനസ് തുടങ്ങിയ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യം നീ ചെയ്യും. ഉമ്മച്ചിക്ക് ഇപ്പൊ മടി പിടിച്ചു ഗൈസ്. ഇപ്പൊ നിങ്ങള് വന്നോണ്ട് ഉണ്ടാക്കിയതാണോ? വെള്ളയപ്പത്തിന് പറഞ്ഞു അത് ഉമ്മച്ചീനോട് ചോദിക്കോ. അയ്യോ കറി കൊടുത്തില്ല കുട്ടികൾക്ക്. കേറി ഇരുന്നിരിക്കുക നമ്മള് നാലാളും. കുട്ടികളെ നമ്മള് താഴെയാക്കി ഗൈസ്. കണ്ടോ കണ്ടോ സൂപ്പർ. ആഹാ അടിപൊളി ഫാന്റാസ്റ്റിക്. അടുത്തതായി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉപ്പിലിട്ട മാങ്ങ. എന്താ ഓ അതും കൊണ്ട് ഇന്ദ്രു പോയി. അപ്പൊ ഇന്ദ്രുവിന്റെ അഭിപ്രായം അറിയാം. ഇന്ദ്രു പറയൂ. കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയൂ. എന്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. ഇന്ദ്രു എന്തുണ്ട്? ചെറിയ മധുരം ഉണ്ടാവും. നോക്കട്ടെ ഷാനു, നീ ഇതിപ്പോഴേ കൊണ്ടുവെക്കണ്ട കേട്ടാ. രസല്ലേ? ചെറിയ ചെനച്ചതായതുകൊണ്ട് നൈസായിണ്ട്. എല്ലാരും കഴിച്ചപ്പോ നമ്മളും കഴിച്ചു. ഉമ്മച്ചി പണിയിലാണ് കഴിച്ചു. ഉമ്മച്ചിയോട് മന്തി വാങ്ങാനൊന്നും മനസ്സിലായില്ല. ഉമ്മച്ചി ഉണ്ടാക്കി തന്നെ കൊടുക്കണമെന്ന്. മന്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ മയോണൈസ. മാങ്ങ ഇങ്ങനെ ചെനച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം നല്ല രസം. വയനാട് പോകുന്നതിന് മുമ്പ് ഉപ്പിലിട്ട് വെച്ചത്. അപ്പം നല്ലോണം ഉപ്പ് പിടിച്ചിട്ടില്ല. ഉണ്ടാവൂലേ? ഇവിടെ കുറച്ച് മാങ്ങ ഉപ്പിലിടാൻ വെച്ചിട്ടുണ്ട്. ഇത്ര രസം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ചെറിയ മാങ്ങ ഇത് വീട്ടിൽ വന്നൊരു ചേട്ടൻ തന്ന മാങ്ങയായിരുന്നേ. വെറുതെ ഉപ്പിലിട്ട് വെച്ചു. വയനാട് പോകുമ്പോൾ പെട്ടെന്ന് മാങ്ങ നാശമുണ്ടായത് ഉപ്പിലിട്ട് വെച്ചിട്ട് പോയത്. പക്ഷെ നൈസായിരുന്നു ഗൈസ്. നല്ല ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നിങ്ങക്ക് ഫുഡ് എടുത്ത് വെച്ചേക്കണേ. അപ്പൊ ഇന്ദ്രു എന്താക്കണം, കഴിച്ചെടുത്തട്ടെ. ഇന്ദ്രു ഇങ്ങനെ നോക്കിയിട്ട് മീനെടുത്ത് നോക്കിയിട്ട് അത് ഫുഡുമായിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പൊ മാളൂസ് എന്ത് വേണമെന്ന് അറിയാമോ? അവ പോണത് ഇങ്ങനെ നോക്കണം കേട്ടോ. അങ്ങനെ നോക്കണേ. ദുർഗ ശ്രദ്ധിക്കരുത്. ദുർഗ ഒന്നും അറിയുന്നില്ല. ഒരു പ്രത്യേക ഒരു മൈൻഡിൽ വന്ന് അവരെ നോക്കുന്നത് കേട്ടോ. ഇത് മുഖം പറയും. നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് റെഡി കേട്ടാ. റെഡിയാണേ? നിങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞിട്ടിരിക്കല്. നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോഴാണ് ഇന്ദ്രു അടുത്ത് പോണത്. നിങ്ങൾ വർത്താനം പറഞ്ഞിരുന്നോ? ഫുഡ് നല്ല രസമില്ലേ? നിങ്ങൾ ഒരു ഫുഡൊക്കെ കഴിച്ച് പോവാനായി ഗായ്സ്. മാളൂസ് ഇപ്പം സ്വഭാവമൊക്കെ മാറും. നമ്മള് നല്ല അടിപൊളി ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ സജീഷ് ചേട്ടൻ. അതൊക്കെ ഇനി വരും. വ്ളോഗ് വന്നപ്പോഴേക്കും വരുന്നിട്ടുണ്ടാവും ചിലപ്പോ. എന്റെ വീഡിയോ വന്നപ്പോഴേക്കും. അതെ, അല്ല ഷോർട്സ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ളോഗ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞേ. ഇല്ല, ഞാൻ വേഗം ഇടാം. എന്താണ് മുളകാ? അത് എരിവുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇവരെന്ത് കൊടുത്താലും ഇങ്ങനെ പറയുള്ളൂ ചുമ്മാ. പറയാനുള്ള അവസരം തരണ്ടേ? യാത്ര പറയാനുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ ഇവർക്ക് ഇപ്പോഴേ ഓൾറെഡി ലേറ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ മാള് എന്താക്കുന്ന അറിയില്ല. ദുർഗ പോകുമ്പോ ഇത്രയും നേരം ഫുൾ കളിയില്ലായിരുന്നു. ഒന്നിനും വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ആണ് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഇല്ലെങ്കിൽ പോയി കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയട്ടോ. ഇവിടെ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്.
സത്യം അല്ലേ? എന്തായാലും ഉമ്മച്ചിക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും രാവിലത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണം ഉമ്മച്ചിയുടെ കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിപ്പോ പോണത് കാരണാണ്. വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കോഴിപ്പിടിയൊക്കെ ഇല്ലേ? കോഴിപ്പിടി കഴിച്ചിട്ടുണ്ടോ? ഒരു ദിവസം പക്ഷെ അമ്മച്ചാക്കിയത് വേറെ കഴിക്കണം. ഒറിജിനൽ അവിടെ നിന്നാണ്. അങ്ങനെ ഇവര് ഇറങ്ങുകയാണ് ഗൈസ്. ഒരു ഷോട്ട് ഉണ്ട്. പഴയ പോലെ തന്നെയാണോ? എന്തെങ്കിലും അതെ. ഇവര് പോകുന്നതിന് മുമ്പ് മുബിക്കൊക്കെ പോവാണ്. അയ്യോ വേർത്തല്ല, ഫാൻ ഓഫ് ആക്കി എന്താ വീഡിയോ എടുക്കണ. ഇന്ദ്രുവിനോട് പറ. ടാറ്റാ മൂവിക്കാക്ക. ഇവിടെ വന്നു. ഫസ്റ്റ് തന്നെ വീട് കണ്ടു. ഇവര് പോവാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് മാള് തെറ്റി. വീട് കണ്ടു. അതുപോലെ തന്നെ ഇവര് വേർത്തല്ല. ഷാനുവിന്റെ വീട് നമ്മുടെ വീടായിട്ടാണ് ഫസ്റ്റ് തന്നെ കാണിച്ചത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട് തന്നെ. അതെ, ഓരോ സാധനങ്ങളും അതുപോലെ അറിയാം ഷാനുവിന്റെ മനസ്സ്. അവൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി ഷാനു, ഒന്നും പറയാനില്ല. എന്തെങ്കിലും അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഷാനുവിന്റെ ബ്ലോഗിൽ കയറിയിട്ട് പറഞ്ഞാൽ എന്നോട് ചോദിക്കാൻ. മാളൂട്ടി ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അപ്പൊ ഉമ്മച്ചിയുടെ ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് ഫുഡ് ഉണ്ടായി. പിന്നെ ഷാന്റെ അനിയത്തി വർക്കിന് പോയി. അപ്പൊ ഇനി ഇപ്പൊ മുബി ജിമ്മിലേക്കും പോയി. അപ്പൊ നമുക്കും ഇനി പോകേണ്ട സമയമായി. നമ്മളിവിടെ നേരെ ട്രിവാൻഡ്രത്തേക്ക്. അപ്പൊ ട്രിവാൻഡ്രത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വ്ലോഗിൽ കാണാം. പറയൂ ഗൈസ്, എന്താണ് ഗൈസ്? ഇവര് വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് ഒരു രാത്രി വന്നിട്ട് കൊറേ ദിവസം നിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനല്ല, ഒരു രാത്രി വന്നിട്ട് പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ദിവസം മൊത്തം നിൽക്കും. പറഞ്ഞേ. എന്നിട്ട് അടുത്ത ദിവസം ഉച്ചക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങളെ ഫാൻസിനോടൊക്കെ മാളൂതി പറയും, പറഞ്ഞിട്ട് പറ്റി. നിങ്ങൾ ഇന്നലെ വന്നപ്പോ മഴയുള്ള കാരണം വലിയ സീനില്ലായിരുന്നു. അപ്പൊ ഈ കോട്ടയുടെ നാളെ വിചാരം നിങ്ങളുടെ കെട്ടിപ്പിടിക്കലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവരുണ്ടാക്കിയതാണ് കേട്ടോ ഇത്. പുതിയത് കണ്ടാലും ഇതാ ചെയ്യാൻ എന്റെ അമ്മ മറക്കൊണ്ടാക്കി കാണാൻ തോക്കാം. അപ്പൊ അപ്പൊ എന്തായാലും വ്ലോഗ് അപ്പൊ ഒരു ബൈ പറഞ്ഞേ. അയ്യോ, ഈ വ്ലോഗ് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടായിരുന്ന വീണ്ടും വരാം. വീണ്ടും വരാം. അപ്പൊ അമ്മച്ചി ബായ് പറഞ്ഞേ. അല്ല, ഓരോട്. അത് ശരി, വീഡിയോയില് ബായ് പറയും. അമ്മച്ചിന്റെ നൈറ്റിയും എന്റെ വീടിന് മാച്ച് ചെയ്യുന്നുള്ള അത് അവര് കണ്ടില്ലേ? നൈറ്റി കളർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതെ അതെ. യെസ്, ഇനിയിപ്പൊ മുബിക്ക് ലീവ് കിട്ടണം, അതാണ് ടാസ്ക്. വരാം ഇൻഷാല്ലാ. ബൈ. അത് കാണിച്ചു നേരത്തെ, ഇതിനകത്തും കൂടെ എടുത്തോ. ഇത് പോവോ ഇവര്? നിങ്ങളിത് എന്താണിത്? തീരൂലേ ഇത്? ഇന്ദ്രുവിനോടും ബായ് പറ. മാളു ഇന്ദ്രുവിനോട് ബായ് പറ. ഇവരെ കളികളൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. എടി വണ്ടി എടുത്തോ, വണ്ടി എടുത്ത്.
അപ്പൊ ഗൈസ് ഇവര് പോവാണ്. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഇനിയിപ്പോ ഒന്നുമില്ല, ഇവര് പോവല്ലേ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യും. എന്നെ അനുഗ്രഹിക്കുക. വ്ളോഗ് ഫോർ യു ഫാമിലി. വീഡിയോ വേഗം ഇടും സത്യം. ഇല്ല പെട്ടെന്നിടാം. ബൈ.